ആലപ്പുഴയിലെ ബി.ജെ.പി. നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ വിധി ഇന്ന്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് വിധി പറയുക. എസ്.ഡി.പി.ഐ. പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. പ്രതികളെ അല്പസമയത്തിനകം ജയിലിൽ നിന്നിറക്കും. കോടതിയിലും പരിസരത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചെന്നു. രഘു, വിധി പ്രസ്താവം എപ്പോഴായിരിക്കും? കേസിൽ എത്ര പ്രതികളുണ്ട്? കേസിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ്.ഡി.പി.യുടെയും സജീവ പ്രവർത്തകരായിരുന്ന 15 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഇവരുള്ളതിപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണുള്ളത്. സബ് ജയിലിൽ നിന്ന് അല്പസമയത്തിനകം ഇവരെ തൊട്ടടുത്തുള്ള കോടതിയിലേക്ക് മാറ്റും. ഡിസംബർ മാസത്തിലാണ് ആലപ്പുഴ അല്ലെങ്കിൽ കേരളത്തെ ആകെ ഞെട്ടിച്ച കൊലപാതക പരമ്പരകൾ ആലപ്പുഴയിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ എസ്.ഡി.പി.ഐയുടെ നേതാവായിരുന്ന ഷാൻ കൊല്ലപ്പെടുന്നു. വൈകുന്നേരം ഷാനെ ആക്രമിക്കപ്പെടുന്നു. ഇതിന് തൊട്ട് പിറ്റേ ദിവസം രാവിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ, ആലപ്പുഴയിലെ അഭിഭാഷകനും OBC മോർച്ചയുടെ നേതാവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ഒക്കെ നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി അമ്മയുടെയും മകളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ കേസിലാണ് രണ്ട് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. ആദ്യ കുറ്റപത്രത്തിൽ എസ്.ഡി.പി.ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സജീവ പ്രവർത്തകരായിരുന്ന 15 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഇവരുടെ വിചാരണയാണ് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി മാവേലിക്കര സെഷൻസ് കോടതിയിൽ നടന്നത്. ഇതിൻ്റെ വിധിയാണ് പ്രസ്താവിക്കുക. മാവേലിക്കരയിലേക്ക് കേസ് മാറ്റാൻ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ആലപ്പുഴ ബാറിലെ അഭിഭാഷകനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ. ആദ്യഘട്ടത്തിൽ ഈ പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരൊന്നും ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് കേസ് ആലപ്പുഴയിൽ നിന്ന് മാറ്റണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറ്റണമെന്നാണ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതികളിലും പ്രതികൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ജില്ലയിൽ നിന്ന് മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിലപാടെടുത്തത്. പിന്നീട് അത് ആലപ്പുഴയ്ക്ക് തൊട്ടടുത്തുള്ള മാവേലിക്കര കോടതിയിൽ ഏകദേശം 30-40 കിലോമീറ്ററുള്ള മാവേലിക്കര കോടതിയിലേക്ക് അത് കേസ് മാറ്റുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതാണോ, ജയിലിൽ നിന്ന് ഇറക്കുന്നതാണോ? അതെ, മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പ്രതികളെ തൊട്ടടുത്തുള്ള ഒരു മതിൽക്കെട്ടിന് അപ്പുറവും ഇപ്പുറവുമാണ് ജയിലും കോടതിയും ഉള്ളത്. ഈ പ്രതികളെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് പോലീസ് നടത്തിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ 15 പേരും ആദ്യ കുറ്റപത്രം, അതായത് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ നേരിട്ട് പങ്കെടുത്ത ആളുകളും നേരിട്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളുമാണ് ഈ 15 പേര്. കേസിൽ മറ്റൊരു കുറ്റപത്രം കൂടിയുണ്ട്. ഈ പ്രതികളെ രക്ഷപ്പെടാനും മറ്റും സഹായിച്ച ആളുകളെ ചേർത്ത് മറ്റൊരു കുറ്റപത്രം കൂടി പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. 2 കുറ്റപത്രമാണ് കേസിലുള്ളത്. ആദ്യത്തെ കുറ്റപത്രം, അതായത് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചനയിൽ പങ്കാളികളുമായിട്ടുള്ള 15 പോപ്പുലർ ഫ്രണ്ട് എസ്.ഡി.പി.ഐ പ്രവർത്തകരെ പ്രതിയാക്കി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ കുറ്റപത്രവും അതിൻ്റെ വിചാരണയുമാണ് ഇന്ന് പൂർത്തിയായത്. ആ കേസിലെ വിധിയാണ് അല്പസമയത്തിനകം മാവേലിക്കര കോടതി പറയുക. കോടതിയിലും പരിസരത്തുമൊക്കെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇത് വലിയൊരു രാഷ്ട്രീയ മാനം ഉള്ള കേസായിരുന്നു. ഒരു എസ്.ഡി.പി.ഐ നേതാവിനെ ബി.ജെ.പി. പ്രവർത്തകർ കൊല്ലുന്നു. ഇതിന് തിരിച്ചടി എന്ന വണ്ണം മിനിറ്റുകൾക്കകം ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള ഒരു ബി.ജെ.പി. പ്രവർത്തകനെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. പിന്നീട് പോലീസ് ഈ കേസിൻ്റെ അന്വേഷണത്തിലൊക്കെ ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും പല കണ്ടെത്തലുകളും പോലീസ് നടത്തിയിരുന്നു. അതായത് എസ്.ഡി.പി.ഐ പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പട്ടിക തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതായത് ഏതെങ്കിലും രീതിയിലൊക്കെ ആക്രമണമുണ്ടായാൽ ആരെയൊക്കെ ആക്രമിക്കണം, എവിടെയൊക്കെ ആക്രമിക്കണം, എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ സമയത്ത് പുറത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയമാനം എന്ന് മാത്രവുമല്ല, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിത സംഘടനയാക്കാനുള്ള കാരണങ്ങളിലൊന്നും രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വധം കൂടിയായിരുന്നു. കാരണം അത്രയ്ക്ക് ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി വളരെ വേഗത്തിൽ ഒരാളെ കൊല ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി അതിവേഗത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ആക്രമണം എന്നാണ് പിന്നീട് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും പറയുകയും ചെയ്തത്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള കാരണങ്ങളിലൊന്ന് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വധം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന് രാഷ്ട്രീയപരമായും വലിയ മാനങ്ങളുണ്ട്. അല്പസമയത്തിനകം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കോടതി വിധി പറയും. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇവർക്കുള്ള ശിക്ഷ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയേക്കാം. എന്തായാലും ബി.ജെ.പി. പ്രവർത്തകരും എസ്.ഡി.പി.ഐ പ്രവർത്തകരടക്കം ധാരാളം ആളുകൾ ഈ കേസ് വിധി എന്താണ് എന്നറിയാൻ വേണ്ടി ഇവിടെയുണ്ട്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് കോടതിയും പരിസരവും ഉള്ളത്.